ഇന്നലെ നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെ കുറച്ച് മുറിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി മുറിച്ച് കഴുകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ തണുപ്പ് വിട്ടിട്ട് നമുക്കൊന്ന് തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ. മീനിൻ്റെ തണുപ്പ് വിടുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ആദ്യം നമുക്ക് ഇഞ്ചിയാണ് അതിലേക്ക് അരച്ചെടുക്കുക. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി ഇട്ടെടുത്ത് എല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ വേഗം അരച്ചില്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോകും. ഒരു കുഞ്ഞി കൈ വരുന്നുണ്ട് തേങ്ങയിലേക്ക്. ഇതാണ് കേട്ടോ തേങ്ങ തിന്നാൻ. നമ്മൾ കറിയിലേക്ക് തക്കാളി, പച്ചമുളക്, കൊടമ്പുളി അത് 3 ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിടണം. ഇഞ്ചി ഒന്നും ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇഞ്ചി നമ്മൾ തേങ്ങ കൂട്ടി അരയ്ക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും ചെറിയുള്ളി ഇടണ്ട. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കുറുകി വന്നോട്ടെ. ഇങ്ങോട്ട് നമുക്ക് കഷ്ണവും തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വെന്ത് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ തേങ്ങയും മീനും ഇട്ട് കൊടുക്കുകയാണ്. ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പതക്കട്ടെ. അടുപ്പ് കിടന്നിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. നമ്മൾ കറി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം വിറകടുപ്പിലാണ് വെച്ചത് കൊണ്ട് നമ്മൾ അത് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചെറിയുള്ളി ഇട്ടിട്ടാണ് കേട്ടോ വറവിടുക. തേങ്ങ അരച്ച കറിക്ക് ചെറിയുള്ളി ഇട്ട് വറവിട്ടാൽ നല്ല രസമുണ്ടാകും. പക്ഷേ ഞാൻ തൽക്കാലം വറവിടുന്നില്ല, ഇവിടെ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പോൾ അതാ അയില തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.